എന്നൊക്കെ പറയുന്നത് വട്ടത്തൂരൊക്കെ ഒരു കുഗ്രാമമാണ് അന്ന്. അപ്പോൾ അന്ന് സാറിന് അവിടെ പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങൾ, പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞാൽ നന്നായി. വട്ടത്തൂരേക്ക് പൊതുവെ യാത്രാവിഷമമുള്ള കാലമായിരുന്നു. കാരണം അതൊരു ടെർമിനലായിരുന്നു. അലനല്ലൂർ കടന്നു പോകാൻ മതി. ഇപ്പോൾ വട്ടത്തൂർ വഴി അലനല്ലൂർക്കൊക്കെ ബസ്സായി. അന്നായില്ല. ഒരു ബസ് മേലാറ്റൂരിൽ നിന്ന് ഇവിടെ വട്ടത്തൂരിൽ നിന്ന് പിന്നെ അങ്ങോട്ട് നേരെ കുറ്റിപ്പുറത്തിനും ഒരു ബസ് മലപ്പുറത്തിനുണ്ട്. 2 ബസ്സാണ് ആകെ ഉണ്ടായിരുന്നത്. അത് ഓരോ ട്രിപ്പ് ഉണ്ടാവും. അതിൽ ഉള്ള കുട്ടികൾ കുറേ പേര് ആ ബസ്സിൻ്റെ സമയം അനുസരിച്ച് ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വൈകുന്നേരം സ്കൂൾ വിടുകയൊക്കെ ചെയ്തിരുന്നു. എങ്കിലും എല്ലാവിധ സഹായങ്ങളും അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കാൻ അത്രയും ദൂരം മേലാറ്റൂർ ഇവിടെ കാര്യാവട്ടം വരെ കൂടുതൽ സമയം നടക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. യാത്രയൊക്കെ മറ്റു ഇതിലൊക്കെ എല്ലാ ഇതിലും സുഖമായിരുന്നു. പിന്നെ ബസ് പിന്നീട് ഇന്നത്തെ നിലയ്ക്കുള്ള ഇന്നിപ്പം അങ്ങോട്ട് അലനല്ലൂർക്കും മേലാറ്റൂർക്കും ഒക്കെ ബസ് അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സായ ഒരു സെൻറ്ററായി മാറി, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായി മാറി. മറ്റേ അന്ന് ആ ഒരു കുഴപ്പമുണ്ടായിരുന്നു മാത്രം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഒരു സ്കൂളിൻ്റെ ഏറ്റവും ആദ്യത്തെ അധ്യാപകനാവുക, ആ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ഫൗണ്ടേഷൻ എല്ലാത്തിനും ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. സാറിന് എന്താണ് ഈ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ കുട്ടികളോട്, നാട്ടുകാരോട്, പുതിയ തലമുറയിലെ അധ്യാപകരോടൊക്കെ പറയാനുള്ളത്? ഞാനൊക്കെ ജോലിയിൽ വന്നിട്ട് അധികം കാലമായിരുന്നില്ലെങ്കിലും 2-3 കൊല്ലത്തെ UP സ്കൂൾ അധ്യാപക പരിചയം, ഗവൺമെൻറ് സ്കൂളിലുള്ള പരിചയം എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. ഓഫീസ് വർക്കുകൾ എനിക്ക് സുപരിചിതമായിരുന്നു. കാരണം UP സ്കൂളിൽ തന്നെ ഞാൻ മാസ്റ്ററുടെ പദവി വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അതുകൊണ്ട് ഓഫീസ് വർക്കൊക്കെ നല്ല സുഖമായിട്ട് തുടങ്ങാൻ എനിക്ക് ആരുടെയും സഹായമില്ലാതെ തുടങ്ങാൻ കഴിഞ്ഞു. പിന്നെ DOPCയിൽ നിന്നും നല്ല സഹായം ഞങ്ങളെ ഉള്ള ആ 10-16 സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർമാർക്കും പ്രത്യേക സൗകര്യങ്ങൾ DOPC ഏറ്റിരുന്നു. എല്ലാവിധ സഹായങ്ങളും അവരെപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്വേഷിച്ചാൽ അവർ സഹായം തന്നിരുന്നു. കുട്ടികൾക്കുള്ളൊരു വിഷമം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവേ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു ഏരിയയാണ് ആ പ്രദേശം. സ്കൂൾ തന്നെ UP സ്കൂളും അപ്പുറമൊക്കെ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഹൈസ്കൂള് ആദ്യം പറഞ്ഞല്ലോ, ഹൈസ്കൂൾ കുറവായിരുന്നുകൊണ്ട് അങ്ങനെ അവിടെ ഹൈസ്കൂൾ പാസ്സായ കുട്ടികളോ ഇതൊക്കെ വളരെ കുറവായിരുന്നുള്ളൊരു പരാതി നമുക്കുണ്ടെന്ന് അന്ന്. പക്ഷെ അത് മാറിയെടുക്കാൻ ഈ സ്കൂളും പിന്നീട് കാപ്പ് ഹൈസ്കൂളായി മാറി. അങ്ങനെ വളരെയധികം അന്നത്തെ ഈ 50 വർഷം കൊണ്ട്, സാധാരണ ഒരു സ്ഥലത്ത് 50 വർഷം കൊണ്ടുണ്ടാകുന്നതിനേക്കാളൊക്കെ വളരെ വിപുലമായ മാറ്റങ്ങൾ സ്കൂളുകൾക്ക് ഈ ഏരിയയ്ക്ക് തന്നെ സംഭവിച്ചു. അത് ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും അതുപോലെ വാഹന സൗകര്യങ്ങളിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് മനോഭാവത്തിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ മനോഭാവത്തിലും ആ മാറ്റം നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. കാരണം ഇതൊരു ഉൾനാടാണ്. ഇവിടെ പഠിക്കുന്ന മുന്നോട്ട് പോകണമെങ്കിൽ ദൂരമൊക്കെ പോയി പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിച്ചാൽ അതിൻ്റെ ഗുണമുണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ പഠിച്ചിരുന്നവർ ഉന്നത വിദ്യാഭ്യാസം നേടിയ പലരെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വഗേഹം
ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ ആ സ്കൂളിൽ തന്നെ പഠിച്ച് വിദ്യാഭ്യാസം നേടി അവിടെ തന്നെ ജോലി ചെയ്ത പലരെയും പിന്നീട് ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ആ സ്കൂളിൽ വന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരു അപൂർവ പരിചയം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്കൂളായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഈ സ്കൂളിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വർഷത്തിനിടെ രണ്ടാമത്തെ യോഗമുണ്ടോ? ചടങ്ങില്ല. പിന്നെ ധാരാളം പ്രവർത്തകർ അവിടെ പഠിച്ച കുട്ടികളിൽ നല്ലൊരു ഭാഗം ഭൂരിപഠനമൊക്കെ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ കുറേ പേരൊക്കെ എനിക്കറിയാം. എമാർ മറ്റ് ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ഉള്ള ആൾക്കാർ ഞാൻ ചിലരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ചില പരിചയങ്ങൾ അങ്ങനെ നടക്കാറുണ്ട്. ഞാൻ പുലാന്തോളിൽ ശിവരാമസായിരുന്നു. ഇപ്പോൾ പെരുന്നണയ്ക്ക് മാറുകയും ചെയ്തു. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. അവിടെ ജോലി ചെയ്യാനിടയായതിലും ഇപ്പോഴും ആ ബന്ധം തുറന്ന് നടത്തുന്നതിലും എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ഞാൻ ഈ സ്കൂളിനും അതിൻ്റെ സ്റ്റാഫിനും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഞാൻ നേരുന്നു. നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപി